രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അഷ്ടപതി 154-ാമത്തെ എപ്പിസോഡാണ്. ഇനി അടുത്ത ഒരു എപ്പിസോഡോട് കൂടി നമ്മുടെ അഷ്ടപതി എന്ത് ചെയ്യുകയാണ്, സമ്പൂർണമാവുകയാണ്. അഷ്ടപതി മുഴുവനും തീരുകയാണ്. പ്രിയമുള്ളവരെ, ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, വ്യാഴാഴ്ച അഷ്ടപതി, അതുപോലെ തന്നെ ബുധനാഴ്ച ഉടൻ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കേൾക്കുക സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്. അതല്ല ചിലർക്ക് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ കൊല്ലത്താണ്, വന്നാൽ മതി. ദൂരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ്. 96453339 നിങ്ങൾ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. പിന്നെ അഷ്ടപതി ക്ലാസ്സുകളുണ്ട്. അല്ല, അഷ്ടപതിയല്ല, പിന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും ഫലം നിങ്ങളത് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും. ജ്യോതിഷം എന്ന ഹെഡിങ്ങിൽ ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ 96453339 വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് അഷ്ടാവക്ര ഗീതയുണ്ട് പ്ലേലിസ്റ്റിൽ. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അതേ കണക്ക് പിന്നെ നിരവധി ക്ഷേത്രങ്ങൾ, നമ്മുടെ ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്. രാധികാ കവചം 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്നും രാവിലെ സബ്സ്ക്രൈബ് ചെയ്താൽ 5:30 നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടും. തികച്ചും പുതിയ പുതിയ അറിവുകൾ നൽകുന്ന, പോസിറ്റീവ് എനർജി നൽകുന്ന മോർണിംഗ് മെസ്സേജാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. बरसाने वाली राधा रानी की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമ്മുടെ അഷ്ടപതി ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയ, രാധേ രാധേ ചാനലിന്റെ ഒരു ഭാഗം തന്നെയായ കൃഷ്ണപ്രിയ, രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തർക്കും സുപരിചിതയായ കൃഷ്ണപ്രിയ, രാധിക കവചത്തിലൂടെയും രാധാ സഹസ്രനാമ ആലാപനത്തിലൂടെയും നിങ്ങളുടെ ഹൃദയം കവർന്ന കൃഷ്ണപ്രിയ. ശരിക്കും പറഞ്ഞാൽ രാധാ സഹസ്രനാമവും രാധിക കവചവും ഒക്കെ ആലപിക്കാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്താ പറയേണ്ടത്? രാധാമ്മയുടെ അനുഗ്രഹമാണ്. ആ കൃഷ്ണപ്രിയയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇന്നത്തെ ശ്ലോകം പാടിത്തരുന്നത്. കേട്ടുകൊള്ളൂ. നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടാൻ പോവുകയാണ്. നിങ്ങൾ കേട്ടുകൊള്ളൂ. श्रीभोजदेवप्रभवस्य राधा देवी सुतश्रीजयदेवगस्य पराशरादि प्रियवर्गकण्ठे श्री ഗീതഗോവിന്ദകവിത്വമസ്തു. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് മനോഹരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യവും കൂടെ, അതായത് നമ്മുടെ അഷ്ടപതി ക്ലാസ് തീരാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. അങ്ങനെ കുറച്ചു പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ കുറേശ്ശെയായിട്ട് ഇടുകയാണ്. അപ്പോൾ അഷ്ടപതിയെക്കുറിച്ച്, നമ്മുടെ അഷ്ടപതിയെക്കുറിച്ച് രാധേ രാധേ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് അത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അങ്ങനെ രാധേ രാധേ പ്രേക്ഷകർ അഷ്ടപതി അവസാനിക്കാറായപ്പോൾ അഷ്ടപതിയെക്കുറിച്ച് അയച്ചു തന്ന ആ അഭിപ്രായം എല്ലാവരുടെയും അല്ല, കുറച്ചു പേരുടേത് കേട്ടോളൂ. അതിനുശേഷം പഠിപ്പിക്കാം. രാധേ രാധേ. 12-ാം നൂറ്റാണ്ടിൽ ശ്രീ ജയദേവ മഹാകവി രചിച്ച ഗീതഗോവിന്ദം എന്ന സംസ്കൃത ഭക്തികാവ്യം ഈ 21-ാം നൂറ്റാണ്ടിൽ അന്ന് ജയദേവ കവി എന്താണോ എഴുതിവെച്ചത് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ചോർന്നു പോകാതെ ഞങ്ങളിലേക്ക് എത്തിക്കാൻ ദിലീപ് സാറിന് കഴിഞ്ഞു. ഭാരതീയ നാട്യശാസ്ത്രത്തിലെ അഷ്ടനായിക എന്ന സങ്കല്പം രാധയിലൂടെ ജയദേവ കവി 24 ഗീതങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. രാധാകൃഷ്ണന്മാരുടെ ദിവ്യപ്രണയവും വിരഹവും പുനഃസമാഗമവും അടങ്ങിയ അഷ്ടപതിയുടെ ഇതിവൃത്തം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഭാഷയിൽ ലളിതമായി അതിമനോഹരമായി ഞങ്ങളിലേക്ക് എത്തിക്കാൻ ദിലീപ് സാറിന് കഴിഞ്ഞു. ഓരോ വാക്കുകളുടെയും അർത്ഥവും ആന്തരാർത്ഥവും ഒക്കെ പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്നത് സാറിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. മറ്റു ക്ലാസുകളിൽ പദങ്ങളുടെ അർത്ഥങ്ങൾ മാത്രം പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ദിലീപ് സാറിൻ്റെ ക്ലാസ്സിൽ വന്ദന ശ്ലോകങ്ങളും കൂടി അർത്ഥം പറഞ്ഞു പഠിപ്പിക്കുന്നു. ദശാവതാര വർണ്ണനയിൽ തുടങ്ങി രാധാകൃഷ്ണന്മാർ തമ്മിലുള്ള പൂർണ്ണമായ ആത്മീയ ലയനത്തോടെയും അവസാനിക്കുന്ന അഷ്ടപതി അതിലെ ഓരോ കഥാപാത്രങ്ങളായി മാറി അവതരിപ്പിക്കാനുള്ള ദിലീപ് സാറിൻ്റെ പാഠവും എടുത്തു പറയേണ്ടതാണ്. കറകളഞ്ഞ രാധാഭക്തനും രാധാറാണി അമ്മയുടെ പ്രിയപുത്രനുമായ ദിലീപ് സാറിൻ്റെ ആഗ്രഹം പോലെ ഇനിയും ഒരുപാട് സംവത്സരങ്ങൾ ഒരുപാട് പേരിൽ രാധാഭക്തി പ്രചരിപ്പിച്ച് ഒടുവിൽ ഗോലോകപ്രാപ്തി ലഭിക്കുവാനും ലളിതസഖിക്കൊപ്പം രാധാറാണിയമ്മയും നേരിട്ടെത്തി സാറിനെ ഗോലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രാധേ രാധേ. ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം പ്രണയത്തെ മനോഹരമാക്കുന്ന വിരഹത്തിൽ നിന്ന് തുടങ്ങി പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഭൂതകാല പ്രണയ നിമിഷങ്ങൾ, അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ രാധകൃഷ്ണനെയും കൃഷ്ണൻ രാധയെയും എത്രത്തോളം സ്നേഹിക്കപ്പെട്ടിരുന്നു മനസ്സിലാക്കാൻ കഴിയും. അഷ്ടപതി കീറി മുറിച്ച് പഠിക്കുന്നവർ പണ്ഡിത ശ്രേഷ്ഠമാർ. അതിൽ ഒരാൾ തന്നെയാണ് ദിലീപ് സാർ. ഓരോ ശ്ലോകവും ഉൾക്കൊണ്ട് പറയുമ്പോൾ രാധാറാണി ഗോപികമാരെ കണ്ട് കൃഷ്ണൻ നിന്ന് പിണങ്ങിപ്പോകുന്നതും എന്നിട്ടും ഒരുപാട് സ്നേഹിക്കുന്ന ആ മനസ്സും, രാത്രിയിൽ കാട്ടിലൂടെ ഇരുട്ടിനെ ഭേദിച്ചു കൊണ്ടുപോകുന്നതും, രാധാറാണി കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പാദസരം അയച്ചു വെക്കുവാനും
ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രം ധരിച്ചു പോകാനൊക്കെ ഇവിടെയൊക്കെ തൻ്റെ കാമുകിയുടെ സുരക്ഷ നോക്കിക്കാണുന്ന ഒരു കാമുകനെ സാറിൻ്റെ വാക്കുകളിൽ കൂടിയാണ് ഇത് ഞങ്ങളുടെയൊക്കെ മുന്നിൽ അതിൻ്റെ ചിത്രാവിഷ്കാരം നടക്കുന്നത്. അപ്പോൾ എനിക്കിത് കേൾക്കാൻ പറ്റി, അഷ്ടപതി അതുപോലെ തന്നെ ചൊല്ലാൻ പറ്റിയിട്ടുണ്ട്. ഭഗവാന്റെ വിരഹം പാടി, അപ്പോൾ രാധാറാണിയുടെ വിരഹം പാടണമെന്ന് ആഗ്രഹമുണ്ട്, അത് ദേവി സാധിച്ചു വന്നു. അതുപോലെ തന്നെ ലീലകൾ, സംഗമ നിമിഷങ്ങൾ പാടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതും ഒരു ശ്ലോകം ചെയ്യാൻ പറ്റി. ഓരോ ശ്ലോകം തരുന്ന സമയത്തും രാധയും കൃഷ്ണൻ എന്തെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അത് ആ ഒരു അനുഭവത്തിൽ കൂടെ തന്നെ കഴിഞ്ഞതുകൊണ്ടായിരിക്കും എനിക്ക് കഴിയാവുന്ന വിധത്തിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഉപഹാരം, ഇതിൽ നിന്ന് കിട്ടിയിട്ട് വിലമതിക്കാൻ പറ്റാത്ത ഉപഹാരം എന്ന് പറയാനുള്ളത്. അപ്പോൾ ഒരാൾ കമൻസ് ഇടുമ്പോഴും ഞാനിങ്ങനെ നോക്കാറുണ്ട്, അവരൊക്കെ ഈ ഗീതാഗോവിന്ദ എന്ന വിഷയത്തിൽ ജ്ഞാനികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓരോന്ന് എഴുതിയിടുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാധയും കൃഷ്ണനും സംഗമിച്ച എല്ലാവർക്കും ഒരു സന്തോഷമായി. ഇനിയിപ്പോൾ ഇത് കഴിയുന്നു എന്ന് പറയുമ്പോഴുള്ള ആ വിഷമം മാറ്റാനായിരിക്കാം സാറിനെ കൊണ്ട് തോന്നിപ്പിച്ചായിരിക്കും ജയദേവ കവിയുടെ കഥകൾ ഇനി പറയുന്നുള്ളത്. അതൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ ഇവിടെ രാധയും കൃഷ്ണനും ഇവിടെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്തും അവരിത് കഴിഞ്ഞ് രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകുമ്പോഴും വീണ്ടും അവിടെ വിരഹമാണ് ഉണ്ടാകുന്നത് അവരിലും. ഈ നീണ്ടകാലത്തെ കൃഷ്ണനും രാധയും വേർപിരിഞ്ഞപ്പോഴും അവർ ഒരുപാട് വിരഹം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സന്തോഷകരമായ നിമിഷത്തേക്കാൾ കൂടുതൽ വിരഹം തന്നെയാണ്. അപ്പോൾ സാറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗോലോകപ്രാപ്തിയാണ്. അപ്പോൾ തീർച്ചയായും സാറിന് കിട്ടുന്നുള്ളത് ആർക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ എൻ്റെ ഒരു വിശ്വാസം, അവിടെ സാറിന് ഇതേപോലെ തന്നെ അഷ്ടപതി അവതരിപ്പിക്കാൻ രാധയുടെയും കൃഷ്ണൻ്റെയും ജയദേവ കവിയുടെയും പത്മാവതിയുടെയും മുന്നിൽ അവതരിപ്പിക്കാൻ ഇത്രയും മനോഹരമായി തന്നെ കഴിയട്ടെ. പിന്നെ ഇത് അശ്ലീലം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ സാറ് മനസ്സ് തുറന്ന് പറയുന്നത് രാധയും കൃഷ്ണനും എന്നത് പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മനസ്സിനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. രാധേ രാധേ. ഞാൻ വളരെ വിരസമായും മനസ്സിനൊരു ശാന്തിയും ഇല്ലാത്ത സമയത്താണ് ദിലീപ് സാറിൻ്റെ അഷ്ടപതി ക്ലാസ് കേൾക്കാൻ ഇടവന്നത്. പക്ഷേ ക്ലാസ് കേട്ടതോടെ മനസ്സിന് വലിയൊരു ആശ്വാസവും പോസിറ്റീവ് ഫീലും ലഭിച്ചു. വളരെ ലളിതമായും ഹൃദയത്തെ തൊടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഓരോ വാക്കും ചിന്തിപ്പിക്കുന്നതായിരുന്നു. ഇത്തരത്തിലുള്ള നല്ല ക്ലാസ്സുകൾ ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ദിലീപ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. മനസ്സിന് വളരെ പ്രചോദനം ഉളവാക്കുന്നതാവുന്നു. അപ്പോൾ ഇനി ഞാൻ ആ ജയദേവ കവിയുടെ ആ കാവ്യം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ വായിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളൂ, നോക്കിക്കൊള്ളൂ. ശ്രീ ഭോജദേവ പ്രഭവസ്യ രാധാദേവീ സുത ശ്രീ ജയദേവകസ്യ പരാശരാദി പ്രിയവർഗകണ്ഠേ ശ്രീ ഗീതാഗോവിന്ദ കവിത്വമസ്തു. ഭോജദേവ പ്രഭവസ്യ, ഭോജദേവനിൽ നിന്ന് ജനിച്ചതും രാധാദേവി സുധ, രാധാദേവിയുടെ പുത്രനും പ്രിയ ഇഷ്ടമുള്ളതും വർഗ കൂട്ടം, കണ്ഠം തൊണ്ട അല്ലെങ്കിൽ കഴുത്ത്, കവിത്വം അർത്ഥം എഴുതിക്കോ, കാവ്യം, അസ്തു അങ്ങനെ ഭവിക്കട്ടെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീ ഭോജദേവനിൽ നിന്ന് ജനിച്ചവനും രാധാദേവിയുടെ പുത്രനുമായ ശ്രീ ജയദേവന്റെ ഗീതാഗോവിന്ദം എന്ന കാവ്യം പരാശരാദി പ്രിയ സുഹൃത്തുക്കളുടെ കണ്ഠങ്ങളിൽ വിളയാടട്ടെ. ഇവിടെ പരാശരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരാണെന്ന് അഭിപ്രായമുണ്ട്. രണ്ട്, ഒരു കുടുംബത്തിന്റെ പേരാണെന്ന് അഭിപ്രായമുണ്ട്. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പരാശരൻ എന്ന് വിളിക്കും. എന്തായാലും ഈ പരാശരന്മാര് ആർക്ക് പ്രിയപ്പെട്ടതാണ്? ജയദേവ കവിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഈ കാവ്യം പറയുന്നത് ഇതാണ്: ഭോജദേവന്റെയും രാധാദേവിയുടെയും പുത്രനായി ജനിച്ച ജയദേവ കവി ഗീതാഗോവിന്ദം രചിച്ചിരിക്കുന്നത് പരാശരാദികളെ പോലെയുള്ള കഠിന കൃഷ്ണഭക്തർക്ക് ആലപിക്കാൻ വേണ്ടിയാണ്. അവരുടെ കണ്ഠങ്ങളിൽ ഈ ശ്ലോകം വിളയാടട്ടെ എന്നാണ് പറയുന്നത്. അതായത് ജയദേവ കവിയുടെ പിതാവിൻ്റെ പേരാണ് ഭോജദേവൻ, മാതാവിൻ്റെ പേര് രമാദേവി എന്നാണ്. എന്നാൽ മാതാവിൻ്റെ പേര് രാധാദേവി എന്നും പറയാറുണ്ട്.
അത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാണ്. എന്നാൽ നമുക്ക് അതിനപ്പുറം മാറി നമ്മുടെ രാധാദേവിയുടെ പുത്രൻ തന്നെയാണ് ജയദേവ കവി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. കാരണം ജയദേവ കവിയുടെ ഗീതാഗോവിന്ദത്തിലൂടെയാണ് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ രാധാഭക്തി അലയടിച്ചുയരുന്നത്. ഇന്നും രാധാഭക്തരുടെ പുണ്യഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയല്ല, ഗീതാഗോവിന്ദമാണ്. ഇനി എന്തിനു പറയുന്നു, ഭഗവാൻ കൃഷ്ണന് പോലും ഭഗവത്ഗീതയെയും ഭാഗവതത്തെയും എന്തിനെക്കാട്ടിയും ഇഷ്ടം ജയദേവ കവിയുടെ അഷ്ടപദിയാണ്. അതുകൊണ്ടാണല്ലോ കൃഷ്ണന്റെ ഏതു കോവിലിലും ദീപാരാധനയ്ക്ക് നടയടച്ചിടുമ്പോൾ ഭഗവത്ഗീത പാടാൻ അനുവദിക്കില്ല, ഭാഗവതം പാടാൻ അനുവദിക്കില്ല. ഏതാണ് പാടുന്നത്? ഇടയ്ക്ക കൊട്ടിക്കൊണ്ട് അഷ്ടപതിയാണ് പാടുന്നത്. അപ്പൊ ഒരുപക്ഷെ രാധാറാണിയുടെ പ്രിയപുത്രൻ എന്നൊരു സാങ്കല്പിക രീതിയിലും നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പൊ ഭോജദേവന്റെയും രമാദേവിയുടെയും അല്ലെങ്കിൽ രാധാദേവിയുടെയും പുത്രനായി ജനിച്ച ജയദേവ മഹാകവി ഗീതാഗോവിന്ദം എന്ന കവിത രചിച്ചു. ആ കവിത ആർക്ക് വേണ്ടി ഉള്ളതാണ്? പരാശരാദികൾക്ക് പാടി നടക്കാനുള്ളതാണ്. ആരാണ് ഈ പരാശരാദികള്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിശ്വസ്തനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഠിന ഭക്തരുമാണ്. അവരെപ്പോഴും കൃഷ്ണഭക്തി ഗാനം മാത്രം ആലപിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ പരാശരാദികള് ജയദേവ കവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പൊ ജയദേവ കവിയുടെ പ്രിയപ്പെട്ട സുഹൃത്തായ പരാശരാദി അല്ലെങ്കിൽ ആ കുടുംബ പേര്, ആ കുടുംബത്തിലുള്ളവരുമായി ജയദേവ കവിക്ക് അത്ര ഇഷ്ടമാണ്. അവരുടെ കണ്ഠങ്ങളിൽ ഇത് ശോഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗീതാഗോവിന്ദം രചിച്ചിരിക്കുന്നത്. ഈ ഗീതാഗോവിന്ദത്തിന്റെ ആ മാസ്മരികമായ ഗീതാഗോവിന്ദത്തിന്റെ വരികള് പരാശരാദികളുടെ കണ്ഠങ്ങളിലൂടെ ഈ പ്രപഞ്ചം മുഴുവനും പ്രതിധ്വനിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇനി ഈ പ്രപഞ്ചം നിലനിൽക്കുവോളം കാലം ഗീതാഗോവിന്ദത്തിന്റെ മാറ്റൊലികൾ ഉണ്ടാകണം. ഇനി വരുന്ന തലമുറയിലെ രാധാകൃഷ്ണ ഭക്തര് അവരുടെ ഹൃദയത്തിലും ചുണ്ടിലും ജയദേവ കവിയുടെ അഷ്ടപതി തത്തിക്കളിക്കണം. ഓർമ്മിക്കണേ, ഇത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യഗ്രന്ഥം ബൈബിളാണ്. മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യഗ്രന്ഥം ഖുറാനാണ്. അതേ കണക്ക് രാധാഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യഗ്രന്ഥമായിട്ട് അവർ കാണുന്നത് ആരെയാണ്? ജയദേവ കവിയുടെ ഗീതാഗോവിന്ദമാണ്. കൃഷ്ണനും രാധയും തമ്മിലുള്ള ശൃംഗാര ലീലകള് രാധാകൃഷ്ണ ഭക്തരുടെ ജീവശ്വാസമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ കൃഷ്ണനും രാധയും തമ്മിലുള്ള ശൃംഗാര ലീലകൾ അത് വായിക്കുന്നവരാരാണോ അവരുടെ ഹൃദയം മുഴുവനും ശുദ്ധീകരിക്കപ്പെടും. അവർക്ക് ഗോലോക പ്രാപ്തിയും നിശ്ചയമായും സിദ്ധിക്കും. എൻ്റെ രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തരുടെയും ആത്മാവ് ഗീതാഗോവിന്ദം വായിച്ച് ശുദ്ധീകരിക്കപ്പെടട്ടെ. നിങ്ങൾക്കെല്ലാം ഗോലോക പ്രാപ്തിയും ഉണ്ടാകട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ബ്രം രാസേശ്വരി രാധികായേ സ്വാഹാം.